ഓക്കെ, സൈക്ലോൺ മോഷൻ ഒന്ന് ഓടിച്ചിട്ട് പറയാം. അപ്പോൾ അത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞാൽ അത് എഴുതണം. എന്നിട്ട് ഏതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? സ്ട്രോക്ക് ലെങ്ത്, തീറ്റ ഒ, തീറ്റ ഡി, തീറ്റ ആർ വേണം. അപ്പം ഇത് 4 ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പം ഇത് 4 ഈ 3 വെച്ചിട്ട് നമുക്ക് ബാലൻസ് ആയിട്ടുള്ള റിമൈനിങ് ഡെല്ലും കൂടെ നമ്മൾ സൈഡിൽ കണ്ടുപിടിച്ച് വെറുതെ വെച്ചു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ 3 ആംഗിൾസിനും കൂടെ കൂട്ടുക. 150 ഡിഗ്രിയാണ് വന്നത്. 150 ആണെങ്കിൽ നമുക്ക് ഒരു ഡിഗ്രി 1 സെൻറ്റിമീറ്റർ 10 ഡിഗ്രി ആയിട്ട് എടുത്താൽ 15 സെൻറ്റിമീറ്റർ വരച്ചാൽ മതി. സപ്പോസ് 150 ഡിഗ്രിയിൽ മണ്ടയ്ക്കോട്ടായിരുന്നെങ്കിൽ ഒരു 20 ഡിഗ്രിയോ 15 ഡിഗ്രിയോ ഒക്കെ എടുക്കാം. ഞാൻ 20 ഡിഗ്രിയാണ് 150 കൂടുവാണെങ്കിൽ എടുക്കുന്നത്. അപ്പം ഇവിടെ 150 ആയതുകൊണ്ട് ഞാൻ 10 ഡിഗ്രി എടുത്തു. 10 ഡിഗ്രി എടുത്ത് നോക്കിയപ്പോൾ 15 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. വരച്ചതിന് ശേഷം ഓരോ ആംഗിൾ എത്ര ഇതിപ്പം ഇത്ര ബോക്സ് ആക്കണ്ടേ. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോൾ 6 സെൻറ്റിമീറ്റർ എടുത്ത് പോയിന്റ്. 30 ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോഴത്തേക്ക് 3 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഇത് 6 സെൻറ്റിമീറ്റർ. അങ്ങനെ ഇതിനെ ഞാൻ ഇങ്ങനെ എടുത്തു. അതിനുശേഷം 90 ഡിഗ്രി വെച്ചിട്ട് 50 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യാനൊന്നും നിൽക്കേണ്ട. അതുകൊണ്ട് ഇവിടെ എക്സ് ആക്സിസ് എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്. അത് 5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചതിന് ശേഷം ഈ ബോക്സ് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് എന്താണ് ഈ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഈക്വൽ പാർട്സ് ആക്കണം. അപ്പോൾ ഞാൻ മിക്ക കേസിലും 6 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത്. അപ്പോൾ ഞാൻ 6 ഈക്വൽ പാർട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് എത്രയാണ് അളന്നു? 6 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 1 എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ഈക്വൽ പാർട്സ് ആക്കി. എന്നിട്ട് അതിനിങ്ങനെ വരച്ചു. അതുപോലെ തന്നെ ഇപ്പറയും 6 തന്നെ 60ആണ്. അപ്പോൾ ഇവിടെ എത്ര? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡിവൈഡ് ബൈ 6 ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും വരച്ചു. ഓക്കെ, ശരി. എന്നിട്ട് ഇപ്പം ഡിവൈഡ് ചെയ്തു. തീറ്റ ഒ, തീറ്റ ഡി, തീറ്റ ആർ കൊടുത്തു. സ്ട്രോക്ക് എന്നുള്ള പേര് കൊടുത്തു. എല്ലാം കഴിഞ്ഞു. തീറ്റ റിമൈനിങ് ഡെല്ലും കൂടെ ഇവിടെ ഒരു ആരോ വരച്ച് മാർക്കും ചെയ്തു. ഡിവൈഡ് ചെയ്ത പോർഷനെ 1 2 3 4 5 6 എന്ന് ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മൾ എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമിലും ബേസിക് ആയിട്ട് എല്ലാത്തിലും ചെയ്യേണ്ടത്. യൂണിഫോം ആണെങ്കിലും ഏതാണെങ്കിലും ചെയ്യേണ്ടത്. അതിനുശേഷം ചോദ്യം നോക്കുക, സൈക്ലോയിഡൽ മോഷനാണ്. സൈക്ലോയിഡൽ മോഷൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഒരു സൈക്ലോയിഡൽ മോഷന് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണം. ഈ സർക്കിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു റേഡിയസ് കാണും. ആ റേഡിയസ് ആണ് r = s/2π എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. r = s/2π. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്ത്. അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 2π ചെയ്യുമ്പം 7.95 mm എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പോൾ mm എടുക്കേണ്ട, അത് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 0.795. അത് ഞാനൊരു 0.8 ആയിട്ട് എടുത്തു. 0.795 സ്കെയിലിൽ എടുത്തിട്ട് 0.8 എടുത്തിട്ട് ഞാൻ ഇതിനെ റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു. വരച്ചതിന് ശേഷം നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കിയത്? എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്, ഏതാണ് ഈക്വൽ പാർട്സ് ആക്കേണ്ടത്. ഞാൻ മിക്ക കേസിൽ 6 ആണ് ഈക്വൽ പാർട്സ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സർക്കിളിനെ 6 ആക്കണം. അപ്പോൾ സർക്കിളിൻ്റെ ഫുൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി. 360 ഡിഗ്രീനെ ഞാൻ 6 കൊണ്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് ഒരു സെക്ഷൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 60 ഡിഗ്രി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ നമ്പർ കൊടുത്തു. നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെ കൊടുക്കണമെന്നറിയാമോ? ഇവിടെ നിന്ന് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് വരണം. അതായത് 3 ലെഫ്റ്റിലും 6 ഇപ്പുറയും വരുന്ന പോലെ തന്നെ ഇരിക്കണം. ഓക്കെ, കാരണം എന്നാന്ന് വെച്ചാൽ അത് ഇവിടെ നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് ഇതേപോലെയല്ല വരയ്ക്കേണ്ടത്. തിരിച്ച് 1 മണ്ടയ്ക്ക് വരും, 2 ഇങ്ങനെ വരും, 3 4 5 6 എന്ന് പറഞ്ഞ് വരും. ഇവിടെ 3 ലെഫ്റ്റിലും ഇവിടെ റൈറ്റിലായിരുന്നു 6. ഇവിടെ ലെഫ്റ്റിൽ 6ഉം റൈറ്റിൽ 3 എന്ന് പറഞ്ഞ് വരും. അപ്പം നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പോകും. അതൊരു ചെറിയ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇങ്ങനെ എടുത്തു. അതിനുശേഷം നമ്മൾ യൂണിഫോം വെലോസിറ്റിക്ക് വരയ്ക്കത്തില്ലേ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു വര, അതുപോലെ ഒരു വര കൊടുക്കുക. അല്ല, ഒരു കാര്യം കൂടെ, ഇത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തില്ലേ, ഇനിയിപ്പം 1ഉം 2ഉം അതും കൂടെ കൂട്ടിമുട്ടിക്കുക. 3ഉം 6ഉം തമ്മിൽ കൂട്ടിമുട്ടിക്കുക. 4ഉം 5ഉം തമ്മിൽ കൂട്ടിമുട്ടിക്കുക. മനസ്സിലായോ? 1 2ഉം കൂടെ കൂട്ടിമുട്ടിക്കുക. അതാണ് ഈ ലൈൻ. 3ഉം 6ഉം കൂടെ കൂട്ടിമുട്ടിക്കുക. അതാണ് ഈ ലൈൻ. 4ഉം 5ഉം കൂടെ കൂട്ടിമുട്ടിക്കുക. അതാണ് ഈ ലൈൻ. എന്നിട്ട് ഈ ലൈനില്ലേ, ഈ ലൈനിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരത്തെ അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമുക്കൊരു 3 പോയിന്റ് കിട്ടും. 3 പോയിന്റ്. ഈ ലൈനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. വരയ്ക്കാൻ നേരത്തെ ഇതും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇത്, ഇതും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇത്, ഇതും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ 1 2 എന്ന് പറഞ്ഞിട്ട്. 1ന്നും 2ന്നും പോകുന്ന ലൈൻ ഏതാണ്? ഇതാണ് ആ ലൈൻ. ഇത് 1ൽ മുട്ടുമ്പോൾ അത് 1 അത് 2ൽ മുട്ടുമ്പോൾ അത് 2 ഓക്കെ. 3ന്നും 6ന്നും പോകുന്ന ലൈൻ, അത് 3ൽ മുട്ടുമ്പോൾ 3 6ൽ മുട്ടുമ്പോൾ 6 4ന്നും 5ന്നും പോകുന്ന ലൈൻ, 4ൽ മുട്ടുമ്പോൾ 4 5ൽ മുട്ടുമ്പോൾ 5 ഓക്കെ. എന്നിട്ട് അതിനിങ്ങനെ വരയ്ക്കുക.
അതുപോലെ തന്നെ ഇപ്പറ സർക്കിൾ വരയ്ക്കാൻ നേരത്ത് സെയിം റേഡിയസ് തന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും ചേഞ്ചസ് ഒന്നുമില്ല വരച്ചു. 6 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നമ്പറിങ് കൊടുക്കുമ്പോൾ മണ്ടയ്ക്ക് നിന്ന് നമ്പർ കൊടുക്കുക. ഇവിടെ നമ്മൾ താഴെ നിന്ന് നമ്പർ കൊടുത്തു 1 2 3 4 5 6 എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ മണ്ടയ്ക്ക് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് മണ്ടയ്ക്ക് നിന്ന് ഇങ്ങനെ നമ്പർ കൊടുത്തു. അതിനുശേഷം അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലൈനിനെ മണ്ടക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന ലൈനില്ലേ ഇതും കൂടെ കൂട്ടിമുട്ടുക പ്ലസ് പോലെ കൂട്ടിമുട്ടുന്ന ലൈൻ ഇതും പ്ലസ് പോലെ കൂട്ടിമുട്ടുന്ന ലൈൻ ഇതും പ്ലസ് പോലെ കൂട്ടിമുട്ടുന്ന ലൈൻ. അതിനുശേഷം നമ്മളിതിനെ യൂണിഫോം വെലോസിറ്റി വരയ്ക്കുന്ന പോലെ ഒരെണ്ണം 3 ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വരച്ചു. അതിനുശേഷം അതിനെ കറക്റ്റായിട്ട് പാരലിൽ വെച്ചുകൊണ്ട് ഇതിനെ നമ്മൾ അടുത്തത് ഇങ്ങനെ വരച്ചു. 5 എന്നുള്ളതിനും 1 എന്നുള്ള ലൈനും വരച്ചതിന് ശേഷം എന്താണ് 1 2 വരുന്നത് 1 ഡാഷ് 1 മുട്ടുന്നത് 1 ഡാഷ് 2 മുട്ടുന്നത് 2 ഡാഷ് 3 6 വരുന്നത് 3 3 ഡാഷ് 6 ഡാഷ് 4 5 വരുന്നത് 4 ഡാഷ് 5 ഡാഷ്. എന്നിട്ട് ഇതിനെ വരയ്ക്കുക. ഇവിടെ മറ്റേ ഹൈലൈറ്റും കൂടെ ഇങ്ങനെ വരച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സംഭവം കൂടെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് സൈക്ലോയിഡൽ മോഷൻ.